ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ഷാർട്ട് പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി കറണ്ട് അഫയേഴ്സ് വേണ്ടവർക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഇതുവരെ 2 മലയാളികളാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹരായത്. ബാക്കി മോഹൻലാലിനെ പറ്റി നോക്കാം. മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 6 തവണ നേടിയിട്ടുണ്ട്. മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മോഹൻലാൽ 6 തവണ നേടി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2 തവണയും നേടി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2 തവണ നേടി. ആ ദേശീയ പുരസ്കാരം നേടിയ ചിത്രങ്ങളാണ് ഒന്ന് ഭരതം, രണ്ടാമത്തത് വാനപ്രസ്ഥം. 2009 ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. 2009 മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. 2001 മോഹൻലാൽ പത്മശ്രീക്ക് അർഹനായി. 2001 മോഹൻലാലിന് പത്മശ്രീ അവാർഡ് ലഭിച്ചു. 2019 പത്മഭൂഷൺ അവാർഡും ലഭിച്ചു. 2019 പത്മഭൂഷൺ അവാർഡും ലഭിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് മോഹൻലാൽ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങിയത്. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് ദ കംപ്ലീറ്റ് ആക്ടർ എന്നാണ്. അടുത്ത ഭാഗം നോക്കാം. വൈറസുകളുടെ മഹാരാജാവ് എന്നറിയപ്പെടുന്നത് അപകടകാരിയായ മാർബർഗ് ആണ്. വൈറസുകളുടെ മഹാരാജാവ് എന്നറിയപ്പെടുന്നത് അപകടകാരിയായ മാർബർഗ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസ് എന്ന് കണക്കാക്കപ്പെടുന്നത് മാർബർഗ് ആണ്. 88% മരണനിരക്ക്. ബാധിക്കുന്ന 10ൽ ഏകദേശം 9 പേരും മരിക്കാം. 1967 ആദ്യ വൈറസ് ബാധ പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് പട്ടണത്തിൽ ഉണ്ടായത്. 1967 ഈ വൈറസ് ബാധ പശ്ചിമ ജർമ്മനിയിലെ മാർബർഗിൽ ആദ്യമായിട്ട് ഉണ്ടായത്. ഗ്രീൻ മങ്കി എന്ന ഇനം കുരങ്ങുകളുടെ അവയവങ്ങളിൽ നിന്നുമായിരുന്നു രോഗബാധ. അതിതീവ്ര വൈറസ് ബാധയായ എബോളയുടെ ബന്ധുവാണ് മാർബർഗ്. ഫിലോ വൈറസ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് ഈ മാർബർഗ് വൈറസ്. മാർവ്, റാവ് എന്നീ 2 വകഭേദങ്ങളാണ് മാർബർഗിനുള്ളത്. പഴന്തീനി വവ്വാലുകളാണ് ഈ വൈറസിന്റെ വാഹകർ. അപ്പം നമ്മൾ പറഞ്ഞത് വൈറസുകളുടെ മഹാരാജാവ് എന്നറിയപ്പെടുന്നത് മാർബർഗ് ആണ്. 1967 പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് പട്ടണത്തിലാണ് ഈ വൈറസ് ആദ്യം ഉണ്ടായത്. ഗ്രീൻ മങ്കി എന്ന ഇനം കുരങ്ങുകളുടെ അവയവങ്ങളിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത്. അതിതീവ്ര വൈറസ് ബാധയായ എബോളയുടെ ബന്ധുവാണ് മാർബർഗ്. ഫിലോ വൈറസ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് മാർബർഗ്. മാർവ്, റാവ് എന്നീ 2 വകഭേദങ്ങളാണ് മാർബർഗിനുള്ളത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസ് എന്ന് കണക്കാക്കപ്പെടുന്നത് മാർബർഗ് ആണ്. കാരണം എന്താ വെച്ചാൽ 88% മരണനിരക്ക്. ഇത് 10 പേർക്ക് ബാധിച്ചാൽ ഏകദേശം 9 പേരും മരണത്തിന് ഇടയാക്കും. അതാണ് മാർബർഗിന്റെ പ്രത്യേകത. അടുത്ത പോയിന്റ് നോക്കാം. മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ രാം ചരൺ. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡറാണ് രാം ചരൺ. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗിന്റെ വേദി ന്യൂഡൽഹി. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21. 2025 അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയമാണ് ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ്. അന്താരാഷ്ട്ര സമാധാന ദിനം സെപ്റ്റംബർ 21. 2025 പ്രമേയം ആക്ട് ഫോർ എ പീസ്ഫുൾ വേൾഡ്. അടുത്ത പോയിന്റ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ബ്രിങ് ഇറ്റ് ഹോം. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ബ്രിങ് ഇറ്റ് ഹോം. അടുത്ത പോയിന്റ്. പ്രവാസി മലയാളികൾക്കായുള്ള നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നോർക്ക കെയർ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസി മലയാളികൾക്കായുള്ള നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ
ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നോർക്ക നൽകുന്ന പ്രവാസി ID കാർഡ്, സ്റ്റുഡൻസ് ID കാർഡ്, NRK ID കാർഡ് എന്നിവ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയാണ്. നോർക്ക നൽകുന്ന പ്രവാസി ID കാർഡ്, സ്റ്റുഡൻസ് ID കാർഡ്, NRK ID കാർഡ് എന്നിവ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയാണ്. പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. പ്രവാസി ID കാർഡ് വിദേശത്തു താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയ കേരളീയർക്കുള്ള തിരിച്ചറിയൽ രേഖയാണ്. അപകട മരണത്തിന് 5 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയും ഉൾപ്പെടെ ആനുകൂല്യവും ലഭിക്കും. നോർക്ക കെയറിൻ്റെ ആനുകൂല്യങ്ങളാണ് അപകട മരണത്തിന് 5 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയും ഉൾപ്പെടെ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ നോർക്ക കെയർ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. പ്രവാസി മലയാളികൾക്കുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. അപകട മരണത്തിന് 5 ലക്ഷം രൂപയും അംഗവൈകല്യം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയുമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാലൻ ഡിയോർ 2025. 2025 ബാലൻ ഡിയോർ പുരസ്കാരമാണ് ഇനി പഠിക്കാനുള്ളത്. മികച്ച പുരുഷ താരം ഓസ്മാനെ ഡെംബലെ, ഫ്രാൻസുകാരനാണ്. മികച്ച പുരുഷ താരം ഓസ്മാനെ ഡെംബലെ, ഫ്രാൻസുകാരനാണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ. ഐറ്റാന ബോൺമാറ്റി തുടർച്ചയായ 3-ാം വർഷവും ബാലൻ ഡിയോർ പുരസ്കാരത്തിന് അർഹയായി. 3-ാം വട്ടവും ബാലൻ ഡിയോർ പുരസ്കാരത്തിന് അർഹയായത് ഐറ്റാന ബോൺമാറ്റി. ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമാറ്റി ബാലൻ ഡിയോർ പുരസ്കാരം നേടിയത് 2023, 2024, 2025 എന്നീ തുടർച്ചയായ 3 വർഷങ്ങളിലാണ്. ഐറ്റാന ബോൺമാറ്റി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് 2023, 24, 25. ലോകകപ്പിലെ മികച്ച ഫുട്ബോളർക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023-ലും സ്പോർട്സ് ഓസ്കാർ എന്ന വിളിപ്പേരുള്ള ലോറൻസ് പുരസ്കാരം 2024-ലും വിമൺസ് യൂറോ കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം 2025-ലും നേടി. ഐറ്റാന ബോൺമാറ്റിക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണ് ബാലൻ ഡിയോർ പുരസ്കാരം 2023, 24, 25 വർഷങ്ങളിൽ നേടി. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം 2023, 24, 25. ലോകകപ്പിലെ മികച്ച ഫുട്ബോളർക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023-ൽ നേടി. സ്പോർട്സ് ഓസ്കാർ എന്ന വിളിപ്പേരുള്ള ലോറൻസ് പുരസ്കാരം 2024-ലും വിമൺസ് യൂറോ കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം 2025-ലും നേടി. തുടർച്ചയായി 3 വർഷം ബാലൻ ഡിയോർ പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഫുട്ബോളറാണ് ഐറ്റാന. തുടർച്ചയായി 3 തവണ ബാലൻ ഡിയോർ പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഫുട്ബോളറാണ് ഐറ്റാന. അപ്പം മികച്ച പുരുഷ താരം ഓസ്മാനെ ഡെംബലെയാണ്. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റിയും. ഇനി മികച്ച പുരുഷ യുവതാരത്തിനുള്ള റെയ്മണ്ട് കോപ്പ ട്രോഫി ലഭിച്ചത് ലമീൻ യമാൻ, സ്പെയിൻകാരനാണ്. മികച്ച പുരുഷ യുവതാരത്തിനുള്ള റെയ്മണ്ട് കോപ്പ ട്രോഫി അവാർഡ് ലഭിച്ചത് ലമീൻ യമാൻ, സ്പെയിൻകാരനാണ്. ക്ലബ്ബ് ബാർസലോണ ക്ലബ്ബ്. മികച്ച പുരുഷ യുവതാരം റെയ്മണ്ട് കോപ്പ ട്രോഫി ലമീൻ യമാൻ നേടി. സ്പെയിൻകാരനാണ്, ബാർസലോണയാണ് ക്ലബ്ബ്. യോഹാൻ ക്രൈഫ് കോച്ചിങ്, മികച്ച പുരുഷ പരിശീലകനുള്ള അവാർഡ് നേടിയത് ലൂയി എൻഡ്യൂക്കെ. ലൂയി എൻഡ്യൂക്കെയാണ് യോഹാൻ ക്രൈഫ് കോച്ചിങ് അല്ലെങ്കിൽ മികച്ച പുരുഷ പരിശീലകനുള്ള അവാർഡ് നേടിയത്. PSG ക്ലബ്ബാണ്, PSG ക്ലബ്ബ്. അടുത്തത് മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി കരസ്ഥമാക്കിയത് ജിയാൻ ലൂയിജി ഡൊന്നാരുമ, ഇറ്റലിയാണ്, ക്ലബ്ബ് PSG. മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി കരസ്ഥമാക്കിയത് ജിയാൻ ലൂയിജി ഡൊന്നാരുമ, ഇറ്റലിക്കാരനാണ്, ക്ലബ്ബ് PSG. ടോപ്പ് സ്കോറർ പുരസ്കാരം അല്ലെങ്കിൽ ഗർഡ് മുള്ള പുരസ്കാരം നേടിയത് വിക്ടർ യോക്രേഷ്. വിക്ടർ യോക്രേഷ് ആണ് ടോപ്പ് സ്കോറർ പുരസ്കാരം, ഗർഡ് മുള്ള പുരസ്കാരം നേടിയത്. അപ്പം മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള യാഷിൻ ട്രോഫി ലഭിച്ചത് ജിയാൻ ലൂയിജി ഡൊന്നാരുമ, ഇറ്റലിക്കാരനാണ്, ക്ലബ്ബ് PSG. ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം ഗർഡ് മുള്ള പുരസ്കാരം വിക്ടർ യോക്രേഷ് നേടി. വിക്ടർ യോക്രേഷ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ പറയാം. ബാലൻ ഡിയോർ പുരുഷ ഫുട്ബോളർ പുരസ്കാരം PSG ഫ്രഞ്ച് ഫുട്ബോളർ ഉസ്മാൻ ഡെംബലെ സ്വന്തമാക്കി. വനിതകളിൽ ബാർസലോണയുടെ സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച താരം. തുടർച്ചയായ 3-ാം വർഷം ഈ പുരസ്കാരം നേടുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും
ഐറ്റാനയുടെ പേരിലായി. മറ്റു പ്രധാന പുരസ്കാരങ്ങളാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ 3-ാം വർഷം തുടർച്ചയായ 3 വർഷവും ഈ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയാണ് ഐറ്റാന ബോൺമാറ്റി. അത് മറന്നു പോകരുത്. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എഴുതാം. പിന്നെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടെ പറയാം. കോപ്പ ട്രോഫി മികച്ച അണ്ടർ-21 താരമാണ് ലമീൻ യമാൻ, സ്പെയിൻകാരനാണ്. യാഷിൻ ട്രോഫി ഗോൾ കീപ്പർക്കുള്ള ട്രോഫിയാണ് യാഷിൻ ട്രോഫി. ലിയാൻ ലൂജി ഡൊന്നാരുമ, ഇറ്റലിക്കാരനാണ്. യോഹാൻ ക്രൈഫ് കോച്ചിങ് അവാർഡ് ലൂയി എൻഡിക്കെ, PSG ക്ലബ്ബാണ്. ഗർഡ് മുള്ളർ അല്ലെങ്കിൽ ടോപ്പ് സ്കോറർ പുരസ്കാരം നേടിയത് വിക്ടർ യോക്കറീഷ് ആണ് ടോപ്പ് സ്കോറർ പുരസ്കാരം അല്ലെങ്കിൽ ഗർഡ് മുള്ളർ പുരസ്കാരം നേടിയത്. ബാലൻഡിയോ പുരസ്കാരം 2025 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. അതിൻ്റെ കൂടെ 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കിട്ടിക്കോളും. നമുക്കിനി ഒരു പോയിന്റും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. 2025 സെപ്റ്റംബർ 22-നാണ് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. 2025 സെപ്റ്റംബർ 22-നാണ് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. പുതിയ GST നിരക്കുകളാണ് പറയാൻ പോകുന്നത്. 0%, 5%, 18%, 40%. 5%, 18%, 40%ആണ് പുതിയ GST നിരക്ക്. പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ 2 GST നിരക്കുകളാണ് 12%, 28%. പണ്ടത്തെ GST നിരക്കിൽ ഉണ്ടായിരുന്നു 12ഉം 28ഉം. പക്ഷേ ആ 12%, 28% ഇപ്പം നിലവിലില്ല. അതിന് പകരം 40%ആണ് വന്നത്. 5, 18, 40%ആണ് നിലവിലുള്ള പുതുക്കിയ GST നിരക്ക്. 2025 സെപ്റ്റംബർ 22-നാണ് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് തൊട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി കറണ്ട് അഫയേഴ്സ് വേണ്ടവർ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.